നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വൈറസിന്റെ പുതിയ വകഭേദമായ ഒമിക്രോൺ ഭീതി പടർത്തുമ്പോഴും ആഘോഷരാവുകളിലേക്കാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ കടക്കുന്നത്. ഇതിനിടയിൽ പ്രവാസികൾക്ക് സന്തോഷ വാർത്ത. മൂല്യശോഷണത്തിൽ രൂപ റെക്കോർഡിടുകയാണ്. ഇത്തരത്തിൽ രൂപ റെക്കോർഡിടുമ്പോൾ ദിർഹം രൂപ വിനിമയ നിരക്കിൽ പ്രവാസികൾക്ക് നേട്ടമായി മാറിയിരിക്കുന്നു. ഒരു ദിർഹത്തിന് 20 രൂപ 77 പൈസയായിരുന്നു ഇന്നലെ ലഭിച്ച മികച്ച നിരക്ക് എന്നത്. അതായത് ഒമിക്രോൺ വ്യാപന ഭീതിയും US ഫെഡറൽ ഗവൺമെന്റ് പലിശ നിരക്ക് ഉയർത്തിയേക്കുമെന്ന ആശങ്കയുമാണ് രൂപയ്ക്ക് തിരിച്ചടിയായി വന്നത്. രാവിലെ ഡോളറിന് 76.05 രൂപയിൽ വ്യാപാരം ആരംഭിച്ച ഇന്നലെ വൈകിട്ടാകുമ്പോഴേക്കും 76.33 രൂപയിൽ എത്തുകയായിരുന്നു. ഈ വ്യത്യാസം ദിർഹം, റിയാൽ, ദിനാർ ഉൾപ്പെടെ ഇതര ഗൾഫ് കറൻസികളിലും പ്രതിഫലിച്ചു. ഇതോടെ പണം അയക്കാനെത്തിയ പ്രവാസികളുടെ എണ്ണവും വർദ്ധിക്കുകയായിരുന്നു. US ഡോളർ കരുത്താർജിച്ചതും എണ്ണ വില വർദ്ധിച്ചതും രൂപയ്ക്ക് തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. ഇതുമൂലം വിദേശ നിക്ഷേപകർ ഇന്ത്യയിൽ നിന്നുള്ള നിക്ഷേപം ഡോളറിലേക്ക് മാറ്റി. അസ്ഥിര വ്യാപാരം ജൂൺ വരെ തുടരാനാണ് സാധ്യതയെന്നും റിസർവ് ബാങ്കിന്റെ ഇടപെടലുണ്ടായിട്ടില്ലെങ്കിൽ രൂപ കൂടുതൽ ദുർബലമാക്കാനും ഡോളറിനെതിരെ രൂപ 77-ലെത്താൻ സാധ്യതയുണ്ടെന്നും വിദഗ്ധർ പറയുന്നു. അതേസമയം കുവൈറ്റ് ദിനാറിന് ഇന്നലെ ലഭിച്ചത് 251.93 രൂപയാണ്. ഡോളറുമായുള്ള വിനിമയത്തിൽ രൂപയുടെ വില ഇടിഞ്ഞതാണെങ്കിലും ചരിത്രത്തിൽ ആദ്യമായി ദിനാറിന് പകരം ഇത്രയുമേറെ രൂപ ലഭിച്ചത് ഇന്ത്യയിലേക്ക് പണം അയക്കുന്ന പ്രവാസികൾക്ക് ആഹ്ലാദം പകരുന്നതായി. ഇതിനു മുൻപ് 2020 ഏപ്രിൽ 21 ലഭിച്ച 249.30 രൂപയാണ് കുവൈറ്റ് ദിനാറിന് പകരം ലഭിച്ച ഏറ്റവും കൂടിയ ഇന്ത്യൻ രൂപ. ഒരാഴ്ചയിലേറെയായി ദിനാറിന് പകരമുള്ള ഇന്ത്യൻ രൂപയുടെ തോത് വർദ്ധിച്ചു വരികയായിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.